ചിലരൊക്കെ പറയും +1 ഞാൻ ഇച്ചിരി ഉഴപ്പും +2 ഫോക്കസ് ചെയ്യാന്നൊക്കെ പറയും. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് +1 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങൾ 10th വരെ പഠിച്ചു, ഒരു സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വന്നതാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ വേറെ സ്കൂളിലേക്കായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പം എൻ്റെർലി ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പം അതൊക്കെ ആദ്യമേക്ക് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ ടോപ്പിക്കും സബ്ജക്ട്സും ഒക്കെ പഠിക്കുന്നതൊക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 11th വരുമ്പോൾ മെയിൻലി ഓരോ സ്ട്രീം ഉണ്ടല്ലോ, ഓരോ സ്ട്രീമിന് 6 സബ്ജക്ട്സ് വീതമാണ് പഠിക്കാനുള്ളത്. പക്ഷെ 6 സബ്ജക്റ്റുകളുടെ എണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞാലും ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്, ചാപ്റ്റേഴ്സുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അതിലെ കണ്ടന്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ 8, 9, 10 പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരുപാടൊരു പ്രയാസമുള്ളതൊക്കെ ആയിട്ട് തോന്നും. പെട്ടെന്നൊരു ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ആദ്യം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകും, അതാണ് പ്രധാനം. ഇപ്പൊ 10 വരെ പഠിച്ചു, ഇനി ഞാൻ 11th ഇച്ചിരി ഒന്ന് ശ്രദ്ധ ഒന്ന് കുറച്ചിട്ട് 12th നമുക്ക് ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കല്ലേ. 11th വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11th നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം 12th വരുമ്പോൾ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 12th നമുക്ക് തിയറി പ്രാക്ടിക്കൽ എല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പോൾ തിയറിക്കൊക്കെ നമുക്ക് നിങ്ങൾ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ +1 മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാത്തിനും കൂടെ ടോട്ടൽ സം ആയിരിക്കും നിങ്ങൾക്ക് +2 റിസൾട്ട് എന്ന് പറയുന്നത്. ഈ +2 റിസൾട്ട് ആണ് നിങ്ങൾ ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ +1 ഇമ്പോർട്ടന്റ് ആണ്. +1 ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ കുട്ടികളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, +1 ഇമ്പോർട്ടന്റ് ആണ്. ബോർഡ് എക്സാം ആണ് വരുന്നത്. മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക +1 കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് +2 മാർക്ക് വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കരിയർ ഒക്കെ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം അങ്ങനെയൊക്കെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ +1 ഫോക്കസ് ചെയ്യുക. +1 ചാപ്റ്റേഴ്സുകളൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എൻട്രൻസിന്റെ എക്സാം ഒക്കെ വരുന്നത്. അപ്പം നല്ലോണം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ, ഉഴപ്പരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യമേ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് +1. അതായത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. കൂടുതലും +1 വരുന്നത് ഇപ്പം ഫിസിക്സിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെറിവേഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. 9th കേട്ടോ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 9th കണ്ടന്റ് ആണ് 11th പഠിക്കാനുള്ളത്. അപ്പൊ ഇച്ചിരി അഡ്വാൻസ് ലെവലിൽ വരുന്നതാണ്, ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം 10th വരെ പഠിച്ച ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ നിന്നും ഇച്ചിരി വ്യത്യാസമാണ്. നമുക്ക് എഴുതി കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. മെമ്മറൈസേഷൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടെക്നിക്ക് അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ ആ ഒരു വേയിലേക്ക് പോവുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ